ഇപ്പോഴത്തെ IPL മത്സരത്തിൽ 250 റൺസ് എടുത്താലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യങ്ങൾ. ഇന്ന് ഡൽഹി 10 റൺസിനാണ് കളി ജയിച്ചത്. അതും 257 റൺസ് എടുത്തിട്ട്. മുംബൈ ടീം തിരിച്ച് 247 റൺസാണ് അടിച്ചു കൂട്ടിയത്. ജസ്റ്റ് 10 റൺസിനാണ് മുംബൈ തോറ്റത്. കളി മുംബൈ ജയിക്കുമെന്ന് കരുതിയതായിരുന്നു. ഇപ്പോഴത്തെ കളി തോറ്റ ശേഷം പാണ്ഡ്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡൽഹി ടീം ഒന്ന് പേടിച്ചു വിറച്ചു. അതുപോലെയാണ് സെക്കൻഡ് ബാറ്റിംഗിൽ മുംബൈ ടീം അടിച്ചു ചേർത്തത്. എന്നിട്ടും മുംബൈക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി തോറ്റ ശേഷം പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഇന്ന് തോൽക്കാൻ കാരണം അത് ഓപ്പണേഴ്സാണ്. ഡൽഹി ടീം പവർ പ്ലേയിലാണ് അടിച്ചു കളിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് കൂറ്റൻ ടാർഗറ്റ് ലഭിച്ചത്. എന്നാൽ മുംബൈ ടീം പവർ പ്ലേയിൽ ഒന്നും തന്നെ ചെയ്തില്ല. രോഹിത് ശർമ്മയും ഇഷാനും പെട്ടെന്ന് ഔട്ടായി. അതാണ് ഞങ്ങൾ കളി തോൽക്കാൻ കാരണമായത്. അവർ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്കിന്ന് ജയിക്കാമായിരുന്നു. രോഹിത് ശർമ്മ ഫോമായില്ല. ബൗളേഴ്സ് മോശം പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. ഡൽഹി ടീം ഒരിക്കലും 250 റൺസ് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചടിക്കാമെന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഓപ്പണേഴ്സ് അത് കളഞ്ഞു. എങ്കിലും ഞാനും തിലക് വർമ്മയും നന്നായി കളിച്ചു. പക്ഷേ ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല. കളി തോറ്റതിൽ നിരാശയുണ്ടെന്നും വരുന്ന മത്സരങ്ങളിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പാണ്ഡ്യ വ്യക്തമാക്കി. പാണ്ഡ്യ പറയുന്നത് രോഹിത് ശർമ്മ കാരണമാണ് കളി തോറ്റതെന്നാണ്. ഡൽഹി ടീമിൽ ഓപ്പണേഴ്സ് വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. എന്നാൽ മുംബൈ ടീമിലാകട്ടെ രോഹിത് ശർമ്മയും ഇഷാനും ഫ്ലോപ്പായി. അവരും കൂടി ഫോമായാൽ ഉറപ്പായിട്ടും ഇന്ന് മുംബൈ കളി ജയിച്ചേനെ. വെറും 10 റൺസിനാണ് മുംബൈ ഇന്ന് കളി തോറ്റത്. അതുകൊണ്ടാണ് പാണ്ഡ്യയ്ക്ക് വിഷമം. എന്നാലും 247 റൺസ് മുംബൈ ടീം തിരിച്ചടിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. അവസാന ഓവർ വരെ നീണ്ട മത്സരമായിരുന്നു ഇന്നത്തേത്. 250 അടിച്ചാലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ T20 മാച്ച്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.